നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം? സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 100-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രം ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം, ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത്, ഇപ്പം നൈസേൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം, അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിലെ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്.